അലൻ ജോസ് പെരേര എന്നെ പലവട്ടം കോൾ ചെയ്തിട്ടുണ്ട് ആള്. അത് വാട്സപ്പ് കോളാണ് ചെയ്യുന്നത്. അശ്ലീല കോളുകൾ വിളിച്ചിട്ട് മോശമായിട്ട് പിന്നെ അവന്റെ ഡ്രസ്സെല്ലാം ഊരി മാറ്റിയിട്ട് അവൻ വേറെ രീതിയിലൊക്കെ കടന്ന് കാണിക്കുന്നു. എവിടെയാ ഞാൻ പരാതി കൊടുക്കേണ്ടത്? ഇതിന് ചോദിക്കാനും പറയാൻ ആരുമില്ലേ? നമസ്കാരം, മലയാളി വാർത്ത ലൈവിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ലൈവിൽ ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റായ നിരഞ്ജന ആർ നിരഞ്ജു ആണ്. പറയൂ നിരഞ്ജന, എന്താണ് ഇതിന്റെ പിന്നിൽ, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞ് വിനീത് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ എന്നെ സമീപിക്കുകയും പുള്ളി എന്നെ വിളിക്കുകയും ഈ വിനീതിനെ പരിചയപ്പെടുത്തുന്നത് ഒരു ട്രാൻസ് വുമണിനെ കല്യാണം കഴിച്ച ഒരു മെയിൻ ജെൻസാണ് പുള്ളിയെ വിനീതിനെ പരിചയപ്പെടുത്തി തരുന്നത്. അതിനുശേഷം വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഒരു അവസരമുണ്ട്, അത് ഓക്കെ ആണോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പോസിറ്റീവ് ക്യാരക്ടറാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞ് ഞാനത് എടുക്കുകയും ചെയ്തു. അവസാനം എൻ്റെ വീട്ടിൽ വേണ്ടിയ സിലിണ്ടർ തീർന്ന സമയത്ത് ഞാൻ വിനീതിനെ സമീപിക്കുകയും വിനീത് അത് എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും അതിനുശേഷം വിനീത് എൻ്റെ അടുത്ത് സമീപിച്ചിട്ട് വിനീത് എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് ഗ്യാസ് സിലിണ്ടർ വന്നിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു കഥ പറയാനുണ്ട്, പറഞ്ഞിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് സംസാരിക്കാം, അതാണല്ലോ നല്ലത്. കാര്യം ഇവിടെ ഫാമിലിയൊക്കെ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റാണ്. ട്രാൻസ്ജെൻഡറിന് പൊതുവേ എറണാകുളം സംബന്ധിച്ച് ഒരു വീടോ ഫ്ലാറ്റോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓണേഴ്സ് അത് നേരത്തെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആരെയും കൊണ്ടുവരരുത്. അപ്പം നമ്മൾ അത് മാനിച്ചാണ് ഞാൻ സൈൻ ചെയ്ത് അവിടെ റെന്റിൽ താമസിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം വിനീത് വന്നതിന് ശേഷം വിനീതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അന്ന് നിൽക്കേണ്ട വേഗം പൊക്കോന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, ഒരു ദിവസം നിൽക്കണം, നിന്നാലേ കഥ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി എനിക്ക് സിലിണ്ടർ എത്തിച്ചു വന്നു. പുള്ളി അതിനുശേഷം എനിക്ക് വാഗ്ദാനങ്ങൾ പറയാതിന് മുന്നേ എനിക്ക് മീനും പച്ചക്കറിയും ഇറച്ചിയും പച്ചക്കറിയും എല്ലാ സാധനങ്ങളും എനിക്ക് മേടിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ ആവശ്യമില്ലല്ലോ, കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല ആളുടെ അടുത്ത്, പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു ഇത് ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ നീക്കുപോക്കുകൾ എനിക്ക് മനസ്സിലായത് കാരണം കൊണ്ട് ഞാൻ ആളെ പറഞ്ഞു വിടാൻ പലവട്ടം നോക്കിയിട്ട് ആൾ പോകുന്നില്ല. എന്നിട്ട് ആളവിടെ സ്റ്റേ ചെയ്ത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അവരെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ആ ഒരു ഇത് വെച്ചിട്ട് പുള്ളി വാങ്ങിച്ചെന്ന സാധനം വെച്ച് ഞാൻ പുള്ളിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പുള്ളി അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുക, പോകുന്നില്ല. അങ്ങപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ ഇരിക്കാം കുറച്ചു നേരം. അപ്പം നേരം വൈകിക്കൊണ്ടിരിക്കുക, രാത്രിയാവും. അപ്പം ഇയാൾ പോകുന്നില്ല. രാത്രി തന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് പുള്ളി യൂസ് ചെയ്യാണ്ട് പരമാവധി തന്നെ ദേഹത്തൊക്കെ കയറി പിടിക്കുകയും പല രീതിയിൽ പുള്ളി എന്നെ ചെയ്തു. ഓക്കെ, അതിനുശേഷം എനിക്ക് മാനസികമായിട്ട് എനിക്ക് തളർച്ചയും ബുദ്ധിമുട്ടും വരികയും അതിനുശേഷം പിന്നെ ഓണേഴ്സ് പിറ്റേ ദിവസം ഓണർ വിളിക്കുകയും ഡോറിൽ ഹോളിംഗ് ബെല്ല് വന്നടിക്കുകയും അതിനുശേഷം വിനീത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഹൗസ് ഓണർ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു നിരഞ്ജനയുടെ മാരേജ് ചെയ്യാൻ പോകുന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. എനിക്ക് ശരിക്കും മാരേജ് ചെയ്യാനായിട്ട് എൻ്റെ അനുമതിയും കൂടെ വേണമല്ലോ, ഒരാളെ കല്യാണം കഴിക്കണം, ആരെ കഴിക്കണമെന്ന് എനിക്കും കൂടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. എൻ്റെ അഭിപ്രായം പോലും ചോദിക്കാണ്ട് ആൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അന്ന് ആൾക്കൊരു സംശയം, ഓണേഴ്സിന് ഒരു സംശയം തോന്നിയപ്പോൾ ആൾ പറഞ്ഞു പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ വിളിച്ചോ, എൻ്റെ കയ്യിലൊരു കള്ളത്രം ഒന്നും ഇല്ല, കാര്യം നമ്മൾ നേരെ പോകും, ഞാൻ വിളിച്ചോളാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഉടനെ വിനീത് പറഞ്ഞു ഇല്ല അത് പറ്റില്ല, പോലീസിനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. അതൊക്കെ മുന്നേ ഇവൻ്റെ വീട്ടിൽ വാറ്റുചാരായവും ഇതൊക്കെ ഉണ്ട്. ആ ഒരു പേടി ഇവനുള്ളത് കൊണ്ട് ഇവൻ പറഞ്ഞ് പോലീസിനൊന്നും വിളിക്കല്ലേ, എനിക്ക് ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിരഞ്ജനയുടെ വീട്ടിൽ കൊണ്ടുപോക്കും, നിന്റെ വീട്ടിൽ കൊണ്ടുപോക്കും, നിന്റെ ഭാര്യയല്ലേ, കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ, നീ കൊണ്ടുപോക്കുമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് രണ്ടുപേരും കൂടെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കിടപ്പാടും പോയി, ഞാൻ വഴിയിലായി ഇപ്പോൾ കിടക്കുന്നത്. എനിക്കിനി പറ്റില്ല, എനിക്ക് എൻ്റെ മാനസികാവസ്ഥ തെറ്റി നിൽക്കുവാണ്. ഞാൻ അത് കാരണം കൊണ്ട് ഇവൻ പലവട്ടവും ഞാൻ ഇവനെ വിളിക്കുമ്പോഴും ഇവൻ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുവാണ്. വിളിക്കുമ്പോൾ ഇവൻ പറഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ തലേദിവസം എന്നെ വിളിച്ചോളൂ, ഞാൻ വേണ്ടിയ വീടെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഈ വീട് റെഡിയാക്കിയില്ല. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞ് ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ വീട്ടിൽ പോയി കിടക്കുമെന്ന് പറഞ്ഞ് പറവൂര്. എനിക്ക് അവൻ്റെ വീട്ടിൽ പോയി കിടക്കേണ്ട ഒരു ആവശ്യമില്ല. മാന്യമായിട്ട് ജോലിയെടുത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ജോലിയെടുത്ത് പോകുന്ന ഒരാളാണ്. പിന്നെ അവൻ്റെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവന്. അതിനുശേഷം ഇവന് എതിരെ ഇപ്പം എനിക്ക് വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ പോലീസ് ആൾക്കാരെയാണ് പിന്നെ സമീപിക്കാൻ കാരണം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പരാതി കൊടുത്തപ്പോൾ അവർ FIR ഇട്ട്. ആ FIRന്റെ കോപ്പി ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഞാൻ FIRന്റെ കോപ്പി കാണിക്കുവാണ്.
അവർക്കെതിരെ പരാതി കൊടുത്തതിന്റെ എഫ്ഐആർ ഇട്ട അല്ലെ എന്താണ് ഉള്ളത്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പരാതി കൊടുത്തു. ബ്രൈറ്റ്, വിനീത്, ആറാട്ടണ്ണൻ ഇതിന്റെ ഇതിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ പുള്ളി വേറൊരു ആളെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കാരണം മാക്സിമം എന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വിനീതാണ്. എന്നെ ശാരീരികമായിട്ട് നല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങി പറ്റില്ല. എൻ്റെ മനസ്സും ശരീരവും എല്ലാം വേദനിച്ചിട്ടുണ്ട്. ഇനി ആരോട് എന്ന് പരാതി കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് സാറ് എഫ്ഐആർ ഇട്ടെങ്കിൽ അത് വേണ്ട നടപടി പോലീസുകാർ തീരുമാനിക്കട്ടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം എനിക്ക് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഭീഷണി മുഴക്കുന്നുണ്ട്. പല ആൾക്കാരെയും കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നുണ്ട്. അവർ പുതിയ പ്ലാനിങ്ങും പദ്ധതിയും വിടുന്നുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിനെ വരെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കമ്മ്യൂണിറ്റി ആക്ഷേപിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അത്രയും പീഡനങ്ങൾ ശരിക്കും ഏറ്റിട്ടുണ്ട്. ഞാൻ ആരുടെ മുന്നിൽ ചെന്ന് പറയേണ്ടത്? ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. കാര്യം ഇവർ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഇവർ പല ടീമിനെയും വെച്ചിട്ട് പല സെക്സ്വലായിട്ട് രീതിയിൽ പെരുമാറുന്നുണ്ട്. അത് ഞാൻ പലവരിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധാരണ ഒരു ഷോർട്ട് ഫിലിം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറയാനായിട്ട് അതിന്റെ രീതി ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, സെക്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കിടന്നിട്ടുള്ളൊരു സീൻ പിടിച്ചിട്ട് അത് വൈറലാക്കണമെന്ന് അവർക്ക്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അങ്ങനെ സെക്സിന് വേണ്ടിയിട്ട് പോയി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ. മാന്യം അന്തസ്സോടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഒരു ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാളെ ഒരു വഴിയോരത്ത് പോലും ഞാൻ പോയി നിൽക്കാറില്ല. അത്രയും വേദനിച്ചാണ് ഞാൻ കെഞ്ചുന്നത്. എൻ്റെ അവസ്ഥ നിങ്ങൾ കേൾക്കണം. ഈ വിനീത് കൂടാതെ വേറെ ആരെങ്കിലും ഇതിനു വേണ്ടി സമീപിച്ചിരുന്നു? വിനീത് ഒരു ഗ്യാങ് എന്നാണ് കരുതുന്നത് നിരഞ്ജന? ഗ്യാങ്ങാണ് ശരിക്കും പറയാനായിട്ട്. ഇവര് വിനീതാണ് എന്നെ സമീപിക്കുന്നത്. വിനീത് സമീപിച്ചിട്ട് പിന്നെ ബ്രൈറ്റിന്റെ അടുത്ത് എന്നെ കുറിച്ച് പറയും. ബ്രൈറ്റ് എന്നെ വിളിക്കുകയും പലവട്ടം ബ്രൈറ്റിന് എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് നിരഞ്ജനയുടെ സർജറി ചെയ്ത ഭാഗമൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കില്ല മോനെ എന്ന് പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും പല രീതിയിലും പിന്നെ ആ ഒരു രീതി അവൻ മാറ്റിക്കളഞ്ഞ്. അത് കഴിഞ്ഞ് ഇപ്പം പല ടീമിനെയും കൊണ്ട് ഈ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞവൻ നമ്പർ 1 ഫ്രോഡാണ്. അവൻ ശരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി അവൻ ഈ വട്ടന്മാരെ പോലെ കടന്ന് കളിക്കേണ്ട കാര്യമില്ല. അവനും നല്ല രീതിയിൽ റിവ്യൂ ചെയ്താൽ നല്ല രീതിയിൽ പോവാം. ഇത് എന്നെ വെച്ച് യൂസ് ചെയ്തിട്ട് അവർക്ക് വൈറലാവേണ്ട കാര്യമുണ്ടോ? അതൊരു ട്രാൻസ് വുമണിനെ വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട കാര്യം അവർക്ക് എന്ത്? ഈ താങ്കളുടെ ട്രാൻസ് കമ്മിറ്റിയൊക്കെ ഇതിനെക്കുറിച്ച് അറിയോ? അതിലവരെ പരാതി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ചെന്ന് പരാതിയൊന്നും കൊടുത്തിട്ടില്ല, ഇതുവരെയും കൊടുത്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അവരെയും കൂടെ ഇതിൽ വലിച്ചെടുത്തിട്ട് വലിയൊരു ചർച്ചാ വിഷയമാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പോലീസുകാരെയാണ് സമീപിച്ചത്. പോലീസുകാരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? പോലീസുകാരുടെ പെരുമാറ്റം വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരെന്റെ അടുത്ത് പറയുന്നുണ്ട് എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് വളരെ സപ്പോർട്ട് തന്നെയാണ് അവിടെ CM സാർമാരെല്ലാരും എനിക്ക് വേണ്ടി നിൽക്കുന്നത്. ഈ അലൻ ജോസ് പെരേര താങ്കളെ കയറി പിടിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ താങ്കളെ ആക്രമിക്കുകയോ ദുരുപയോഗപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അലൻ ജോസ് പെരേര എന്നെ പലവട്ടം കോൾ ചെയ്തിട്ടുണ്ട്. അത് വാട്സപ്പ് കോളാണ് ചെയ്യുന്നത്. അശ്ലീല കോളുകൾ വിളിച്ചിട്ട് മോശമായിട്ട് പിന്നെ അവന്റെ ഡ്രസ്സെല്ലാം ഊരി മാറ്റിയിട്ട് അവൻ വേറെ രീതിയിലൊക്കെ കടന്ന് കാണിക്കുന്നു. എവിടെയാണ് ഞാൻ പരാതി കൊടുക്കേണ്ടത്? ഇതിന് ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഇപ്പൊ ശരിക്കും നിരഞ്ജനയുടെ അവസ്ഥ, നിരഞ്ജന എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്? ശരിക്കും വീടുണ്ടോ? അല്ലെങ്കിൽ അന്ന് ഹൗസിംഗ് ഓണർ ഇറക്കി വിട്ടെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ റെഡിയാക്കി തരാന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലിക്കോ അങ്ങനെ കിടക്കാനോ ഒക്കെ എവിടെയാണ് താങ്കൾ എന്തെങ്കിലും സൗകര്യം ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് കിടക്കാനായിട്ടുള്ള ഇടമെന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ഞാൻ ലോഡ്ജ് റൂമിലാണ് കിടക്കുന്നത്. ലോഡ്ജ് റൂമിലേക്ക് ആക്കി അവര് വഴി അമ്പലം ആക്കി. അതെ, ശരിക്കും അത് തന്നെ പറയാനുള്ളത്. കാര്യം എന്റെ ഇന്ന് മുടങ്ങിയ തുക എന്ന് പറയാം, അതുപോലെ തുക എന്റെ കയ്യിൽ മുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് വിനീത് തന്നെ തരണം. വിനീത് തന്നേ പറ്റൂ. കാര്യം വിനീത് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീടിന്റെ ഒഴിഞ്ഞു പോയത്. ഇന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അത് കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ പോലീസുകാരെയും മറ്റുള്ളവരെയും തേടേണ്ട ഒരു അവസ്ഥ വന്ന് പല പെണ്ണുങ്ങൾ ഇവരുടെ ട്രാപ്പിലുണ്ട്. പല ചീത്ത മോശ വാക്കുകൾ ഇവർ ഉന്നയിക്കുന്നുമുണ്ട്. ഇതിന്റെ പിന്നെ ചുക്കാൻ പിടിക്കാനായിട്ട് ഈ പറഞ്ഞ പിന്നെ ആറാട്ടണ്ണനും മറ്റുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോഴും ഭീഷണി, കൊന്നുകളയുമെന്നുള്ള ഭീഷണി, അങ്ങനെ വധഭീഷണിയൊക്കെ ഉണ്ടോ? വധഭീഷണി നല്ല രീതിയിലുണ്ട്.
അതിൽ യാതൊരു മാറ്റമില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഒരുത്തൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയും, അവിടെ വരും ഇവിടെ വരും. ഞാൻ അപ്പം തന്നെ സി എ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ കോൾ വരുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിലെ സാറിൻ്റെ കയ്യിൽ ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അയാൾ വിളിക്കുകയും ചെയ്ത്. ഈ അലൻ ജോസ് പെരേരയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വിനീതിന് എന്ന് പറഞ്ഞ ആള് ഇതിനു മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിംസിന്റെ പേരുകൾ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഇതിനു മുമ്പ് അയാൾ വല്ല ഡയറക്ടറോ ചെയ്തിട്ടുണ്ടോ? ഈ വിനീത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വിനീതിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതൊരു ട്രാൻസ് വുമണിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു നാട്ടിലാണ്, അല്ലെങ്കിൽ അത് റെസ്പെക്ട് കൂടി വരുന്ന ഒരു നാട്ടിലാണ്, അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ നന്നായി അവരുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിനുവേണ്ടി സമരങ്ങൾ നടക്കുന്ന ഒരു നാട്ടിലാണ്. ഒരുപാട് നിയമങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് നമ്മുടെ ഭാരതമായാലും കേരളമായാലും ഭാരതത്തിൽ തന്നെ അനുകൂലമായ വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന, ഒരുപാട് വിപ്ലവകരമായ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും ഖേദകരമായ ഒരു കാര്യം. അതും ഒരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെടാൻ, പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയും ഒരു ആർട്ടിസ്റ്റാൻ ആഗ്രഹിക്കുന്ന ഒരു തെറ്റല്ല, ഒരു സിനിമാ നടിയെ ആഗ്രഹിക്കുന്ന ഒരു തെറ്റല്ല. ഒരുപാട് ട്രാൻസ് വുമൻസും ട്രാൻസ് മെന്നും ഒക്കെ റീൽസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ പേരിൽ മുതലാക്കിക്കൊണ്ട്, അവരുടെ അവസ്ഥയെ മുതലാക്കിക്കൊണ്ട് ഏതോ നരാധമന്മാർ എന്താ പറയുക, സംവിധായകൻ എന്ന വേഷം ചമഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പമെത്തി അവരെ പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ ഇപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ പേരുകളാണ് അവരിപ്പോൾ ഇതിലൂടെ പറയാൻ സാധിച്ചത്. ഇതിന്റെ സത്യാവസ്ഥകൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എവിഡൻസ് ഉൾപ്പെടെ കാണിക്കുന്നത്. എഫ്ഐആറിന്റെ കോപ്പിയും അവരുടെ ഫോട്ടോയും റെക്കോർഡ്സും കാണിക്കുന്നത് ഇതൊരു പ്രഹസനമല്ല എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അവരാരോപണം ഉന്നയിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോയും നിരഞ്ജന നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഫോട്ടോ ഒന്ന് കാണാം. ഞാനിപ്പോൾ ഫോട്ടോ കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് യാതൊരു മാറ്റമില്ല ആളുടെ ഫോട്ടോ കാണിക്കുന്നതിൽ. കാരണം അത്രമാത്രം ഞാൻ ക്രൂരത അനുഭവിച്ച് കഴിഞ്ഞു. സെക്സിൽ നല്ല രീതിയിൽ ക്രൂരത ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ ഒരു മോശം അനുഭവം ഇയാളുടെ ഭാഗത്തു നിന്നല്ല ഒരാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഞാൻ ശരിക്കും അനുഭവിച്ചതാ. വേണ്ട നടപടി എടുത്തേ പറ്റൂ. കാര്യം അതിന് വേണ്ട നടപടി കോടതിയുമായിട്ടുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു തന്നെ ഞാൻ ഇരിക്കുവാണ്. കാര്യം ഇങ്ങനെയുള്ളവരെയൊക്കെ പുറലോകത്ത് കൊണ്ടുവന്നേ പറ്റൂ. ഇങ്ങനെ ഒരു പെൺകുട്ടികൾ ഇതുപോലെ ട്രാപ്പിൽ പോയി പെടാൻ പാടില്ല. അത്രയും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. കാര്യം ഇവർ യൂസ് ചെയ്യുക, എന്നെ ശാരീരമായിട്ട് തന്നെ കയറി പിടിക്കുക, അവിടെ കയറി പിടിക്കുക, ഇവിടെ കയറി പിടിക്കുക. അതിന്റെ ആവശ്യം എന്ത്? ചാൻസ് തരാമെന്ന് പറഞ്ഞ് താങ്കളുടെ വീട്ടിൽ ഇടിച്ചു കയറി താമസിച്ചാണ് താങ്കളോട് ഇത് ചെയ്തതല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൽ യാതൊരു മാറ്റമില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന്. കാര്യം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞ് ഉന്നയിച്ചാണ് ആൾ എൻ്റെ വീട്ടിൽ വന്ന് കയറുകയും ചെയ്തത്. അതിൽ പല കഥകളും ചമഞ്ഞിട്ടാണ് ആൾ വന്ന. ആൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്നെ വെച്ചിട്ട് യൂസ് ചെയ്ത ആൾക്ക് വൈറലാവണം. അതായിരുന്നു ആൾ മാക്സിമം മനസ്സിൽ ആഗ്രഹിച്ചു വന്നത്. താങ്കൾക്ക് ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും? എന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ആലപ്പുഴ എന്റെ സ്വദേശം. ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ പോകാറില്ല. പിന്നെ ആരെയും ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒതുങ്ങി കൂടുവാണ്. കാര്യം ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ എന്റെ നാട്ടിൽ പോകാറില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. നിയമത്തിൽ മാത്രമാണ് താങ്കൾ ആകെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ തന്നെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് പല കേസുകൾ ഇവരുടെ പിന്നിൽ കിടപ്പുണ്ട്. ഈ വിനീത് എന്ന് പറഞ്ഞ ആള് ഫേക്ക് ഐഡി ഉണ്ടാക്കി കോടതിയെ പറ്റിച്ച്. അതിന്റെ ആവശ്യം എന്ത്? കോടതിയെ പറ്റിക്കേണ്ട ആവശ്യമില്ല. ഹൈക്കോടതിക്കെതിരെ വരെ ആൾ ഈ വിനീതിന്റെ കൂട്ടരും കളിച്ചിട്ടുണ്ട്. ഏതോ ഒരു ലേഡിയുടെ കേസ് വെച്ചിട്ട്, കേസ് നമ്പർ വെച്ചിട്ട് എന്റെ പേരും അവന്റെ പേരും എന്റെ ഫോൺ നമ്പരൊക്കെ വെച്ചിട്ട് കോടതിയുടെ പേപ്പർ എടുത്ത്, അതായത് ഒരു DTP സെന്ററിൽ പോയിട്ട് പിന്നെ കോടതിയുടെ പേരൊക്കെ വെച്ചിട്ട് ഒരു പേപ്പർ തയ്യാറാക്കിയിട്ട് അതിൽ എൻ്റെ ഫോൺ നമ്പരും അവൻ്റെ ഫോൺ നമ്പരൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സഞ്ചറിലേക്ക് അയച്ചു തന്നു. ഞാനത് അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. കാര്യം എനിക്ക് എൻ്റെ ഉള്ളിൽ കള്ളമില്ലാത്തതുകൊണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചു. ആ സ്ക്രീൻഷോട്ട് ഞാൻ പോലീസുകാരെയും കാണിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇത് ഫേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു. അത് നിരഞ്ജനേനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും നിരഞ്ജനേനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിയമവിരുദ്ധം തന്നെയാണ്. ഒരു ഹൈക്കോടതിയെ പറ്റിക്കേണ്ട കാര്യമില്ല. അവർക്ക് നിയമത്തിന്റെ രീതിയിൽ പോയി എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെന്ന് ആ നിമിഷം തന്നെ അവർക്ക് നിയമത്തിന്റെ രീതിയിൽ പോകാമായിരുന്നു. അവരത് ചെയ്യാണ്ട് എന്നെ മാക്സിമം യൂസ് ചെയ്ത് ഷോർട്ട് ഫിലിമും സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണോ? അവരെൻ്റെ അടുത്ത് പറയുക കിടന്നു തന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പണ ഇടപാട് ഞാൻ ചെയ്തു തരാമെന്ന്. അതാണോ വേണ്ടത്? ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ അവർ കാണിച്ചു കൂട്ടിയത്? ആണോ? ഇത് ചോദിക്കാനും പറയാൻ ഈ കേരളത്തിൽ ആരും ഇല്ലേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്? എല്ലാ സ്ത്രീകളും അതുപോലെയാണോ കാണുന്നത്? എനിക്കറിയില്ല.
ഇപ്പൊ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലിടയിലും താങ്കൾക്കെതിരെയും ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. MDMA ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സത്യമാണോ? താങ്കൾക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. എനിക്കെതിരെ അവർ പല ആൾക്കാരോടും ഉന്നയിക്കുന്നു. എനിക്ക് MDMA ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എന്നെ ആരോപിക്കുന്നുണ്ട്. കാര്യം ഞാൻ ഈ പല ചാനലുകാരെയും വിളിച്ച് ഇവർ പല രീതിയിലും പറയുന്നുണ്ട്. ഇത് സത്യമാണെങ്കിൽ സത്യം പുറത്തോട്ട് തെളിയിക്കണം. അതല്ല അവരുടെ ചങ്കൂറ്റ അതല്ലേ. അവര് പറഞ്ഞു എത്രമാത്രം നമുക്ക് വാവുണ്ടെങ്കിൽ എന്ത് വേണേലും പറയാം ഒരാളെ കുറിച്ച്. അവർക്കത് സത്യമാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പുറലോകത്ത് തെളിയിക്കട്ടെന്നേ. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ MDMA അതും ഇതൊക്കെ ഞാൻ ഈ സംഭവം പോലെ യൂസ് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. എന്നെ അറിയുന്നവർക്ക് എന്റെ ക്യാരക്ടർ അറിയാം. ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ എത്ര നാളുകളായി? ഇത് ശരിക്കും പറഞ്ഞ 4 മാസത്തോളമായി. ഞാനിത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയതാ. പക്ഷേ എന്റെ ഗതികേട് കണ്ട് എന്റെ പൈസകളെല്ലാം ഇങ്ങനെ പോവുക. എന്നെ വഴിയിലാക്കി എന്നെ കല്യാണം കഴിക്കാം എന്ന് അവൻ ഉന്നയിക്കുകയും ആരോപിക്കുകയും ചെയ്ത പല ആൾക്കാരുണ്ട്. എന്റെ ഹൗസ് ഓണർ അവരോട് പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. എന്നിട്ട് ഇവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആൾ എന്തിനീ ഇങ്ങനത്തെ പണി കാണിക്കുന്നത്? അങ്ങനെയുള്ളവനാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുമോ? ഈ കോടതിയെ പറ്റിച്ചിട്ടുള്ള പേപ്പറും വെച്ചിട്ട് എനിക്കിട്ട് ഇങ്ങനെ പണിയാൻ ചെയ്യുമോ? ഓക്കെ, വളരെ വേദനയോടുകൂടിയാണ് നമ്മളിത് കേൾക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരു ട്രാൻസ് വുമണിനെതിരെ ഇത്രയും വൃത്തികേട്, ഇത്ര ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് തോന്നത്തക്ക രീതിയിലാണ് ഇപ്പോൾ നിരഞ്ജന ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥകൾ തെളിയിക്കുന്നതിനായിട്ട് അവർ കുറെ കാര്യങ്ങൾ ഇതിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരുമെന്നും ഇവരുടെ വേദന നിയമങ്ങൾ കേൾക്കുമെന്നും നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ ട്രാൻസ് വുമണിന് അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ടുള്ള നിയമ ആക്ട് ഉണ്ട്, അത് തീർച്ചയായിട്ടും നടപ്പിലാക്കുമെന്നും അതിപ്പോ ട്രാൻസ് വുമൺ ആയാലും വിമൺ ആയാലും ആർക്കെതിരെയും നടത്തുന്ന ചതിയും വഞ്ചനയും എല്ലാം തന്നെ നിയമവിരുദ്ധമാണ്. ഒരാളുടെ ജീവൻ നശിപ്പിക്കുക, അവരുടെ ശാരീരിക ഉപദ്രവം ചെയ്യുക, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുക, വധഭീഷണി ചെയ്യുക, ഇതൊന്നും ഒരിക്കലും ഒരു നിയമം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു നടപടി നിയമം എടുക്കുമെന്നും അവർക്ക് നീതി കിട്ടുമെന്നും നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി അവര് തീർച്ചയായിട്ടും പരിശ്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി നിരഞ്ജനയുടെ അടുത്ത പ്ലാൻ എന്താണ്? നിയമ നടപടികൾ കൂടി കോടതിയിലേക്ക് പോവുകയാണോ ഉദ്ദേശിക്കുന്നത്? എന്റെ അടുത്ത പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ രീതി തന്നെ പോകാനായിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, എനിക്ക് തെളിയിക്കണം ഞാൻ നിരപരാധിയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെട്ടിട്ടില്ല എന്ന്, എനിക്ക് പെട്ടതാണെന്നും തെളിയിച്ചേ പറ്റൂ എനിക്ക്. കാരണം എന്ന് വെച്ചാൽ അതുമാതിരി ഇവർ കളിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ. ഞാനിത് വിട്ടുവീഴ്ച ചെയ്തതാ. കാര്യം പല പെൺകുട്ടികൾ ഇതുപോലെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഞാൻ വന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രമാത്രം വേദന എന്റെ ശരീരത്തിലുണ്ട്. ശരിക്കും വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണോ താങ്കളെ ഇയാള് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? അതുകൊണ്ടാണ് ആദ്യം ഒന്നും അനങ്ങാതിരിക്കുകയും പിന്നീട് ചതിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തത്? തീർച്ചയായിട്ടും. വിവാഹം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ വിവാഹത്തിനോട് എനിക്ക് എതിർപ്പായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആളെ കണ്ടിട്ടില്ല. പിന്നെ പല രീതിയിൽ ആൾ ഉന്നയിച്ചു വന്നു, എന്റെ ക്യാരക്ടർ നല്ലതാണ്, എന്റെ രീതി നല്ലതാണ്, നിന്റെ സ്വഭാവം കുഴപ്പമില്ല, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കാരണം ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എടോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇയാളെ അങ്ങനത്തെ ഒരു മനസ്സിൽ കൊണ്ടുവന്നിട്ടില്ല. കാര്യം എനിക്കും എന്റേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആള് പറഞ്ഞില്ല, ഞാൻ നോക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് താൻ എന്താ പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്ന് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞില്ലേ വന്ന്, അത് നോക്കിയാൽ മതി, അല്ല ഇതിന്റെ കാര്യമൊന്നും താൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആൾക്ക് മാക്സിമം യൂസ് ചെയ്യണമായിരുന്നു. അതിന് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ പച്ചക്കറിയും സാധനങ്ങളെല്ലാം മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. അതിൻ്റെ ആവശ്യമൊന്നും പുള്ളിക്ക് ഇല്ല. ഞാൻ പലവട്ടം പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വരല്ലേ എന്ന്. പിന്നെ ഇവർ പല വാക്കുകളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നെ കൊന്നു കളയുന്നു, ഞാൻ ഇത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞ്. എനിക്ക് രണ്ടും കൽപ്പിച്ചതിനെ ഞാനും മുന്നിട്ടിറങ്ങിയത്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ തക്കതായ തെളിവ് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇത് വിടാമെന്ന് വിചാരിച്ചത്. കാര്യം പലവട്ടം ഞാൻ ചിന്തിച്ചു വേണ്ട ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ മാനസികാവസ്ഥ തെറ്റുവാണ്, ആത്മഹത്യയുടെ വട്ടത്തിൽ നിൽക്കുവാണ്. ഇങ്ങനെ എനിക്ക് ആരുണ്ട് ചോദിക്കാനെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ട് ഞാൻ പോലീസുകാരെ വിളിച്ചറിയിച്ചില്ലെങ്കിൽ അതും തെറ്റാണെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് പരാതി കൊടുത്തു. ഇനി എനിക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോടതിയുടെ അറ്റം വരെ കയറാണെങ്കിൽ ഞാൻ തയ്യാറാണ്, യാതൊരു മാറ്റമില്ല. കാരണം അത്രയും ചങ്കൂറ്റത്തോടെ എന്നെ ബോൾഡായിട്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് എൻ്റെ കണ്ണീന്നൊക്കെ കണ്ണീരെല്ലാം പോയി കഴിഞ്ഞു. ഞാൻ ആരോട് എന്ത് ചെയ്യണം എനിക്കറിയില്ല. ഞാനിപ്പോൾ വഴിയോരത്ത് കിടക്കുക. എനിക്കൊരു കിടക്കാൻ ഒരു ഇടം പോലും എന്നെ നഷ്ടപ്പെടുത്തിച്ച് കളഞ്ഞു. അത്രമാത്രം എൻ്റെ വേദന എനിക്ക് അത്രമാത്രം ഉണ്ട്. എല്ലാ ട്രാൻസിനെ ഒരേപോലെ കാണാൻ പാടില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ സെക്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതൊന്നും എനിക്ക് തിരക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അങ്ങനത്തെ ഒരു ദുശീലത്തിനും പോകാറില്ല.
എൻ്റെ പ്രൊഫഷണൽ മേക്കപ്പായിട്ട് ജോലി ചെയ്ത് ഞാൻ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതുവരെ നഷ്ടപ്പെടുത്തി എൻ്റെ പ്രൊഫഷണൽ ജോലിയിൽ വരെ ബാധിക്കുന്ന രീതിയിൽ പല രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ MDR മറ്റുള്ള സംഭവങ്ങളെന്നൊക്കെ പറയുന്നത് ഇവർ ഫേക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്. പല ചാനലുകാരെയും വിളിച്ചറിയിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു. അവർ തെളിയിക്കട്ടെ, അതല്ലേ നിയമത്തിൻ്റെ പോകാനാണെങ്കിൽ തെളിയിക്കണം. തെളിയിച്ചാലല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം, കൊണ്ടുവരണം. അതിൻ്റെ അടുത്ത് ഒരു തുമ്പെങ്കിലും കൊണ്ടുവരണ്ടേ? അത് കൊണ്ടുവരില്ല അവർ. എന്തായാലും നിരഞ്ജനയ്ക്ക് നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള സോളിഡ് എവിഡൻസുകളുമായിട്ടാണ് നിരഞ്ജന പോരാടാൻ ഇറങ്ങിയിരിക്കുന്നത്. ക്യാമറാമാൻ രാജീവ് ആയാപറമ്പിനൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ശാരിക.